സാങ്കേതിക വിദ്യകൾ ഓരോ ദിവസം തോറും വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വിവിധ മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കോണ്ടന്റ് ക്രിയേഷൻ, ഫിലിം മേക്കിംഗ്, വീഡിയോ പ്രൊഡക്ഷൻ പോലെയുള്ള മേഖലകളിൽ AIയുടെ കടന്നുവരവ് ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുന്നത് ഗംഭീര സാധ്യതകളാണ്. ഈ സാങ്കേതികവിദ്യ പ്രവർത്തനത്തിലേക്ക് വന്ന സമയം മുതൽ ഇതിനെ ചുറ്റിപ്പറ്റി പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു പോകുന്നുണ്ട്. ഇമേജ് മാനിപ്പുലേഷൻ, വീഡിയോ മോർഫിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ AI ഉപയോഗിച്ച് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ അപകട സാധ്യതകളെ പറ്റിയുള്ള ചർച്ചകൾ ആളുകളിൽ വലിയ രീതിയിലുള്ളൊരു ഭീതി ഉളവാക്കിയിട്ടുണ്ടെങ്കിലും ക്രിയേറ്റീവായ സമീപനത്തിലൂടെ AIയോടുള്ള ആ ഭയത്തെ മറികടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വിഷ്വൽ, സൗണ്ട് എന്നീ രണ്ട് വിഭാഗത്തിലും AI കൂടുതൽ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് പല ഫിലിം മേക്കേഴ്സും. ഏറ്റവും പുതിയതായി ഈ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടുകൂടി തമിഴിൽ നിന്ന് വീണ്ടും ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് സംവിധായകൻ വെങ്കട് പ്രഭു. ജൂൺ 22-ന് വിജയുടെ പിറന്നാളിനോടനുബന്ധിച്ചിറങ്ങിയ ഗോട്ട് എന്ന ചിത്രത്തിലെ ചിന്ന ചിന്ന കൺകൾ എന്ന പാട്ട് നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വളരെ മികച്ച രീതിയിൽ ഈ പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും അതിനോടനുബന്ധിച്ചുള്ള കൗതുകമുണർത്തുന്ന കാര്യങ്ങളും ചർച്ചയാവുന്നു. ഇതിലിത്ര കൗതുകം എന്താണെന്ന് പലർക്കും തോന്നിയേക്കാം. ഒരു പാട്ട് റിലീസായി, അത്രമാത്രമല്ലേ ഉള്ളൂ. എന്നാൽ അത്ര മാത്രമല്ല, ഈ പാട്ട് പാടിയിരിക്കുന്നത് വിജയും മരിച്ചുപോയ ഭവതാരണിയും കൂടിയാണ്. ഇളയരാജയുടെ ഏറ്റവും ഇളയ മകളായ ഭവതാരണി തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. കളിയൂഞ്ഞൽ എന്ന ചിത്രത്തിലെ കല്യാണപ്പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന ഒരൊറ്റ പാട്ട് മതി ഭവതാരണി എന്ന ഗായികയെ മലയാളികൾക്ക് എന്നും ഓർക്കാൻ. സഹോദരങ്ങളായ യുവൻ ശങ്കർ രാജ, കാർത്തിക് രാജ എന്നിവരുടെ സംഗീതത്തിലും ഭവതാരണി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ പ്രേക്ഷക പ്രീതി നേടിയ ഒരു പിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഭവതാരണി ഈ കഴിഞ്ഞ ജനുവരി 25-ന് ലോകത്തോട് വിട പറഞ്ഞു. ക്യാൻസർ ആയിരുന്നു മരണകാരണം. തമിഴ് സിനിമാ ലോകത്തിന് മുന്നിൽ ഒരു തീരാ നഷ്ടമായി ഈ വേർപാടിനെ ഓർത്തു വിതുമ്പിയ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ തൻ്റെ സഹോദരിയുടെ ശബ്ദം ഒരിക്കൽ കൂടി എത്തിച്ചിരിക്കുകയാണ് യുവൻ ശങ്കർ രാജ. ഫേമസ് ആയ പല പാട്ടുകളുടെ ചില ഭാഗങ്ങൾ AI ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടതാരങ്ങളുടെ ശബ്ദത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നാം കേട്ട് അമ്പരന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് നേരം ദൈർഘ്യം വരുന്ന ഈ പാട്ടുകൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വൈറലായത്. പക്ഷേ ഇവിടെ ഒരു മുഴുനീള കമ്പോസിഷൻ സഹോദരിയുടെ ശബ്ദത്തിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ. തമിഴിൽ ഈ വിദ്യ നേരത്തെ പരീക്ഷിച്ച് വിജയിച്ചത് AR റഹ്മാനാണ്. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത ലാൽ സലാം എന്ന ചിത്രത്തിലെ ഈ പാട്ടിൽ മൺമറഞ്ഞു പോയ 2 പ്രതിഭകളുടെ ശബ്ദം അദ്ദേഹം റീക്രിയേറ്റ് ചെയ്തിരുന്നു. ബംബ ഭാഗ്യ, ഷാഹുൽ ഹമീദ് എന്നിവരുടെ ശബ്ദങ്ങളായിരുന്നു അത്. ഈ 2 സിനിമകളിലും AI കൊണ്ട് വിസ്മയം തീർത്തത് ഒരാൾ തന്നെയാണ്. AR റഹ്മാൻ്റെ ക്രൂവിലെ ഓഡിയോ എഞ്ചിനീയർ കൃഷ്ണ ചേതനാണ് ഇതിൻ്റെ പിന്നിലെ സൂത്രധാരൻ. ഇത്രയധികം പെർഫെക്ഷനോടുകൂടി ഒരാളുടെ ശബ്ദം റീക്രിയേറ്റ് ചെയ്യാൻ 3 മുതൽ 4 ദിവസം വരെ എടുക്കാറുണ്ടത്രേ. AIയിൽ ഇംഗ്ലീഷ് ഡാറ്റ മാത്രമേ ഫീഡായിരിക്കുകയുള്ളൂ. ഒരു കുഞ്ഞു കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുന്നത് പോലെ വേണം ഇതിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ഭവതാരണി മുൻപ് പാടിയ പല പാട്ടുകളുടെയും വോക്കൽ ട്രാക്ക് മാത്രം എടുത്ത് ആ ശബ്ദത്തിലെ മോഡുലേഷനും ടെക്സ്ചറും പിച്ചിങ്ങും എല്ലാം AIയിൽ ഫീഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടിയത്. അതുപോലെ തന്നെ സാമ്പിളായി എടുത്തിരിക്കുന്നത് പ്രിയങ്ക എന്ന ഗായികയുടെ വോയിസ് ആയിരുന്നു. ഭവതാരണിയുടെ അതേ മോഡുലേഷനിൽ പാടിച്ചത് കൊണ്ടുകൂടിയാണ് ഈ ശബ്ദത്തിന് ഇത്രയധികം ഡീറ്റെയിലിംഗ് വന്നതും. എന്നാൽ ഇതൊരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുമോ? യാതൊരു കുഴപ്പവുമില്ല, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ശബ്ദത്തിൻ്റെ ശരിക്കുമുള്ള ഉടമയുടെ അനുവാദമില്ലാതെ ഇത് ചെയ്യുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഭവതാരണിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും NOC വാങ്ങിയതിന് ശേഷമാണ് ഈ പ്രോസസ്സിലേക്ക് കടന്നതെന്നും അദ്ദേഹം പറയുന്നു. ഔട്ട്പുട്ട് വന്നതിന് ശേഷം ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ ഇളയരാജയും കുടുംബവും വളരെയധികം ഇമോഷണൽ ആയിരുന്നുവെന്ന് തമിഴിലെ ഒരു പ്രമുഖ ചാനൽ അഭിമുഖത്തിൽ കൃഷ്ണ ചേതൻ പറഞ്ഞു.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മാന്ത്രിക വിദ്യകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതേ ഗോട്ടിൽ മൺമറഞ്ഞു പോയ തമിഴകത്തിൻ്റെ സ്വന്തം പുരട്സിക്കലൈஞർ വിജയകാന്തിനെ AI ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. AIയുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ ഭയക്കുന്നൊരു വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ AI മൂലം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ വിഭാഗത്തിൻ്റെ വാദം. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?